എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 22-ാം ദിവസമാണ്. ഇന്ന് രാമായണ പാരായണം സമർപ്പിക്കുന്നത് ഡൽഹി ചാപ്റ്ററാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തിയെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. വക്രതുണ്ഡ മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ. അജ്ഞാനാന്തർ ഗഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവശിഖാ താപപാപശ്യമാനാം മുക്വാ മൗനം വടവിടപിനോ മൂലദോ നിഷ്പതന്തി ശംഭോർമൂർത്തി ശരതി ഭുവനേ ശങ്കരാചാര്യ രൂപ. സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാധരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാഗ്മീകി കോകിലം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. ഇന്നത്തെ പാരായണത്തിനും തുടർന്നുള്ള നടപടികൾക്കുമായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ന്യൂഡൽഹി ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീ രാഘവൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം സുന്ദരകാന്ഡത്തിലെ ഹനുമാൻ രാവണ സന്നിധിയിലെ നിജതനയ വചനം ഇത് കേട്ടു ദശാനനൻ നിൽക്കും എന്ന ഭാഗം മുതലാണ്. രാഘവൻ സാർ. അതെ, ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഹനുമാനെ രാവണ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ രാവണൻ ചോദിക്കുകയാണ്, ഇതാരാണ്, എന്തിനിവിടെ വന്നു, നീ ആരാണ്, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം ഹനുമാൻ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് രാവണന്. ഞാനിവിടെ വന്നതാണ്, വന്നിട്ട് നിങ്ങളെ രാവണ സന്നിധിയിൽ വന്ന് ഞാൻ സീതാദേവിയൊക്കെ കണ്ടിട്ടാണല്ലോ ഇവിടെ വരുന്നത്. പോകുന്ന പോയിട്ടാണല്ലോ നമ്മൾ ഒന്ന് ആരാമയിലൊന്ന് തകർത്ത് കളയാന്ന് വിചാരിച്ചിട്ടൊന്ന് രാവണ സന്നിധിയിൽ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നു. അങ്ങനെ അവിടെ വന്ന് അപ്പോൾ ചോദ്യങ്ങളൊക്കെ കുറേ ചോദിച്ചു, അതിനൊക്കെ മറുപടി പറഞ്ഞു.
ഹനുമാൻ നല്ലൊരു ഉപദേശമാണ് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാരണങ്ങൾ. നീ സീതയെ കെട്ടുകൊണ്ടുവന്നില്ലേ, നീ വേഗം എൻ്റെ ഗുരുവായ ശ്രീരാമനെ ഭജിച്ചോളൂ, ഭജിച്ച് സീതയെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അനർത്ഥങ്ങളും ഒഴിവാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ ഉപദേശം കൊടുത്ത് ഇതൊന്നും അവർക്ക് ആർക്കും ഇതൊന്നും അത്ര പിടിച്ചില്ല. ഇവനെ വെട്ടി നുറുക്കുക തന്നെ വേണം എന്നാണ് അവരെല്ലാവരും കൂടെ തീരുമാനിച്ചത്. വെട്ടി നുറുക്കുന്നത്, അപ്പോൾ നമ്മുടെ വിഭീഷണൻ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ വെട്ടി നുറുക്കാനൊന്നും പാടില്ല, ഇവൻ രാമദൂതനാണ്, അപ്പോൾ ദൂതരെ ആരും വെട്ടി നുറുക്കാറില്ല, ഇവന് നമുക്ക് ഏതെങ്കിലും ഒരു അടയാള കോട്ടം കൊടുത്തിട്ട് ഇവനെ തിരിച്ചയക്കുകയാണ് വേണ്ടത് എന്ന് പറയാണ് വിഭീഷണൻ. അങ്ങനെ വാനരന്മാർക്ക് വാലിനാണ് ശൗര്യം, അതുകൊണ്ട് നമുക്ക് ഇവനെ വാല് നമുക്ക് മുറിച്ച് കളഞ്ഞാൽ ഇവനെ കൂട്ടത്തിൽ നിന്ന് എല്ലാവരും അകറ്റിക്കൊള്ളും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് ഹനുമാന്റെ വാലിന് തീ കൊളുത്താൻ വേണ്ടി തീരുമാനിച്ച് കൊണ്ടുവന്ന് ധാരാളം തുണികളൊക്കെ കൊണ്ടുവന്ന് കെട്ടി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഹനുമാന്റെ വാല് നീണ്ടു പോയി. അവസാനം തുണി മതിയാവാതെ എന്തായിട്ടും അവസാനം പിന്നെ അവർ മതി, ഇവനെ ഏതായാലും നമുക്ക് ഇവനെ തീ കൊളുത്താന്ന് വിചാരിച്ചിട്ട് തീ കൊളുത്തി കഴിഞ്ഞപ്പോൾ ഹനുമാൻ വാലങ്ങോട്ട് ചുരുട്ടിയപ്പോൾ ആ തീ മുഴുവൻ ലങ്കയിൽ ലങ്ക മുഴുവൻ അങ്ങനെ ദഹിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹനുമാൻ തിരിച്ച് പോവാണ്. ഹനുമാൻ രണ്ടാമത് ശ്രീരാമന്റെ അടുത്തേക്ക് പ്രത്യാഗമനം ചെയ്യുന്നു. പ്രത്യാഗമനം ചെയ്ത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. സീതാദേവി കൊടുത്ത അടയാള വാക്കുകളും ചൂടാരത്നവും അടയാള വാക്കും ഒക്കെ ശ്രീരാമന് കൊടുത്തു. സുഗ്രീവനെ പറഞ്ഞ് സുഗ്രീവന്റെ അടുത്തും പിന്നെ ശ്രീരാമന്റെ അടുത്തും പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം എല്ലാവരും കൂടെ ഹനുമാനെ എല്ലാവരും കൂടി അഭിനന്ദിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ അതോടുകൂടി സുന്ദരകാന്ഡം തീരുകയാണ്. പിന്നെ യുദ്ധത്തിനുള്ള തയ്യാറെടുക്കാൻ നോക്കുകയാണ്. അതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞതാണ്. തെറ്റുന്നെങ്കിൽ മറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ ഇന്നിനി പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അമ്മയോട്, അമ്മ എത്ര വായിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അമ്മ വായിച്ചോളൂ കേട്ടോ. എത്ര വായിക്കാൻ പറ്റുമോ അത്ര വായിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ നിർത്തിക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഉഷ. എത്ര വായിക്കാൻ പറ്റുമോ അത്ര വായിക്കും. ജയശങ്കര. ജയശങ്കര. അവിടെ നിന്ന് വായിച്ചോളൂ അമ്മ. 960 വിഘ്നങ്ങൾ തീർത്ത് വിളയാടുക സർവകാലം. സർവത്രകാരണി സരസ്വതി ദേവി വന്നൻ ആവിൽ കളിക്കുമ്പതേസു നിരാവുപോലെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ രാമ രാമ മമ ഹൃദയ രമതാം രാമ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹനുമാൻ രാവണഭയ അനുജനനിശിചര കുലാധിപൻ മുമ്പിൽ വെച്ചാതിഥേയാധിപരാതിരുന്നേടിനാൻ അമിത നിശിചര വരചരണ ശിരസി വന്നവൻ ആശോവിരൻ വ്യഥനായേടനെ ജനകതവ മനസ്സി സജീവന്മാരുമായി ചെന്നൈ വിചാരകാര്യൻ വിധേയതാം പ്ലവകുലവര നരിക സമാനല്ലവൻ പ്രത്യാർത്ഥി വർഗത്തിനെല്ലാം അരന്തകൻ. നിജതനെ വചനം ഇത് കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിയിടിനാൻ ഇവനിവിടെ വരുവതിനു കാരണം എന്തെന്നും എങ്ങനെ എത്ര വരുന്നു
വരുന്നതെന്നുള്ളതും ഉപവനവും മനുഷ്യമത് കാക്കുന്ന വേരെയും ഉപ്പോട് മറ്റുള്ള നക്തഞ്ചരേരെയും ത്വരിതമതി ബലമൊടു തകർത്തു പൊടിച്ചതും ഭൂമിയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടിന് വിരവിനോട് ചോദിക്കനേ എന്നും എന്താരി ചൊന്നതോ കേട്ടോ പ്രഹസ്തനം പവനസുതനോട് വിനയ നയ സഹിതമാതര നീ ആരയച്ചു വന്നോകവേ സദസ്യ കഥയ മമ സത്യം മഹാമതേ നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം ഭയമഖില മകളിൽ കളഞ്ഞാലും സഭയ്ക്കൊപ്പം സഭാപാക്കണേ ഹരിവചനോ അതോ അധർമ്മധർമ്മങ്ങളോ മാത്ര ലങ്കേശ രാജ്യത്തിങ്കലില്ലടോ നിഖില നിശിചര പിതാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായോധനേയനും മനസ്സിലെ കുകുല വരനെ മുകുരവി നിരൂപിച്ചു മന്ത്രഹാസേന മന്നേതരം ചൊല്ലിനാൻ സ്വടവചന മതി വിഷമതി ശൃണുജളപ്രഭോ പൂജനാം രാമതോ തന്നന് ഞാനറിയകനേ ഭുവനമതി മമവതി പുരന്നരാപൂജിതൻ പുണ്യ പുരുഷൻ പുരുഷോത്തമൻ വരൻ ഭുജകുലപതി ശയനമതൻ അഖിലേശ്വരൻ പൂർവദേവാരതേ ഭക്തി മുക്തിപ്രദൻ ഭുജകുലപതി ശയനമത അഖിലേശ്വരൻ പൂർവദേവാരതേ ഭക്തി മുക്തിപ്രദൻ പരമമാ പുരമഥന ഹൃദയമണി നിലയന നിവാസിയാം ഉപദേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജകുലപതി കുലരിവു മണിരഥജന്മാധവൻ ഭൂപതേ ഭൂതേ വിഭൂഷണൻ സംവിതൻ നിജജന വചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു ജനകജയും അനുജയും അവരൻ ജനകജയും അനുജവരനു വരുന്ന നാൾ ചെന്നു നീ ജാനകിയെ കണ്ടുകൊണ്ടേലേ തവ മരണമിഹ വരുവതിനു കാരണം താമരോത്സവ കൽപ്പിതം കേവലം തതനു ദശരഥ തനയനും മതങ്കാശ്രമേ സാവേന തമ്പയുമാക്കി നിശ്ചേടിനാൻ തവ തനയനുള്ള അനില സാക്ഷിയായി സഖ്യവും താല്പര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരവതി സുതനെ ഒരു ബാണേന ഒന്നുടേനർക്കാത്മജേനു കിഷ്കിന്തയും നൽകിനാൻ അടിമലരിടവനോടും അഴകിനോട് ചെയ്തു വന്ന ആധിപത്യം കൊടുത്താതി തീർത്തിയിടിനാൻ അവനും അന്വേഷണാർത്ഥ ആശകൾ തോറു മേഘൈക 100,000 കുല പരിവൃദ്ധരെ ലഘുതരമയച്ചതേ ലേഖേനകാമിക വന്നു കണ്ടേടിനേൻ വനജ വിടവികളെയോ ഉടൻ തകർത്തതും വാനര വംശ പ്രകൃതിശീലം വിഭോ ഇകലിൽ നിശിചരവയൊക്കെ മുടിച്ചതു എന്നെ വധിപ്പതേനായി വന്ന കാരണം മരണഭയമാക്കത്തറില്ല ഇല്ലായതേ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശപദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി ത്വൽകൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം ദശനിയുത ശതവയസ് ജീർണമെന്നാകലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ തവതനെ കരഗളിത വിധി വിശിതഭാഷേന തത്ര ഞാൻ വ്യഥനായേരുക്ഷണം കമലഭവ മുഖസുരവര പ്രഭാവേനമായ കായത്തിനേതുമേ പീഠയുണ്ടായി വരാം പരിഭവം ഒരു പൊഴുതു മരണവും അകപ്പെടാ ബദ്ധഭാവേന വന്നിടിനേനത്ര ഞാൻ അതിന് മിതപൊഴുതൊരു കാരണമുണ്ടകേളാദ്യാഹിതന്തവാക്തമുക്തനായി അകതറിയിൽ അറിവ് കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം പുസകജനം അതു ജഗതി കരുതു കരുണാത്മനാൻ ധർമ്മനെന്ന ആത്മോപദേശമാജ്ഞം മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്ധനായിടല മോഹാമകാംബുസോ തെജ മനസ്സി ദശവന രാസസി ബുദ്ധിയെ ദൈവലിംഗതയെ സമാശ്രയിച്ചിടുന്നേ അതു ജനന മരണ ഭയനാശിനി നിർണയാമജനായുള്ളതോ സംസാരകാരിണി അമൃതഘന വിമല പരമാത്മബോധോചിത അത്യുത്തമനായോത്ഭവനല്ലോ ഭവാൻ കളകതവ ഹൃദയസപതി തത്വബോധേന നേ കാമകോപദേശ ലോഭമോഹാദികൾ കമലഭവ സുതനയ നന്ദനേനാകയാൽ സത്വരാഭാവം പരിഗ്രഹിക്കായിക നീ ധനുജസുര മനുജഹ മൃഗഭുജംഗഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടുന്നേ
പ്രകൃതി ഗുണപരവശതയായി ബദ്ധനായി വരും പ്രാണദേഹങ്ങളാൽ ആത്മാവല്ലതേകടോ അമൃത അമൃതമയ നയനജലം ഫലനദ അവയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലൻ നിർവന അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മലൻ നിർമ്മലൻ നിയമമാ പരനിരയാനന്ദനാഥിന്റെ ഹോ നിത്യൻ നിരാകാരനാത്മാ പരബ്രഹ്മം വിധി ഹരിഹരാദികൾക്കൻ തിരയാതവൻ വേദാന്ത വേദ്യൻ സകല ജഗതി മാർഗമായ മായാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജഡമഖില ജഗതിത അതിനിത്യമവേകനേ ജന്മ ജയമരാണ ദുഃഖാനിതം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പ ശരണം. ഭഗവാനെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഗുരുവായൂരപ്പ. ജയ ജയ രാം ശ്രീരാം ജയ വളരെ സന്തോഷം അമ്മേ. വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. തെറ്റുകളൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കുറച്ച് സ്പീഡ് കൂടി പോകുന്നൊരു സംശയം ഉണ്ടായിരുന്നു. നന്നായി നന്നായിരുന്നു. വളരെ സന്തോഷം. ഇനി ഉഷ കുറച്ച് വായിക്കാം. അത് കഴിഞ്ഞിട്ട് ബാലകൃഷ്ണാട്ടൻ, അത് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാം കുറച്ച്. നമസ്കാരം. ജയശങ്കര. ജഡമഖില ജഗതിരതമനി നിത്യമറികലി ജന്മ ജരാമരണാദി ദുഃഖാന്വിതം അറിവതിനു പണി പൂരുഷമറി മായങ്ങളാത്മാനമാത്മനാ കണ്ടു തെളിക നീ പരമഗതി വരുവതിനു പരമൊരുപദേശവും പാർത്തു കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരതമകതളിരിലമിത ഹരിഭക്തി കൊണ്ടാത്മാവിശുദ്ധി വരുമെന്നു നിർണയം അകമലരുമകമകലും അളവതി വിശുദ്ധമായി ആശുതത്വജ്ഞാനവും ഉദിക്കും ദൃഢം വിമലതര മനസി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ രജനിചരവനദഹന മന്ത്രാക്ഷരദ്വയം രാമ രാമേതി സദൈവ ജപിക്കയും രതിസപതി നിജഹൃതി വിഹായ നിത്യം മുദാ രാമപദധ്യാനമുള്ളിലുറയ്ക്കയും അറിവു ചെറുതകതളിരിലൊരു പുരുഷനുണ്ടെങ്കിലാഹന്ത വേണ്ടുന്നതാകയാലാശു നീ ഭജഭവഭയാപഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധുമദന ചരണ സരസിജയുഗളമാശു നീ മുഖ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടടോ കുസൃതികളും ഇനി മനസ്സികനിപൊടു കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ പരധനകളത്ര മോഹേന നിത്യം വൃത പാപമാർജിച്ചു കീഴ്പോട്ടു വീണിടൊല നളിനദല നയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം ശരണമിതി ചരണകമലേ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ചടിതി ചെയ്തിതെന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയ മനസ്സി കരുതുകിലവനുഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനകമുഖമുനികൾ വചനങ്ങളീതോർക്കെടോ സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം അമൃത സമവചനമിതി പവനതനയോദിതമത്യന്തരോഷേണ കേട്ടു ദശാനനൻ നയനമിരുപതിലു മതകനൽ ചിതറുമാറുടൻ നന്നായുരുട്ടി വിഴിച്ചു ചൊല്ലിടിനാൻ
ശില സദൃശമിവനെ ഇനി വെട്ടി നുറുക്കുവിൻ, ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ. മമ നികട ഭുവി വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കളിങ്ങനെ ചൊല്ലുമോ. ഭയവും ഒരു വിനയവും ഇവനു കാൺമാനില്ല, പാപിയായൊരു ദുഷ്ടാത്മാ ഷഠനിവൻ. കഥയ മമ രാമനെന്നാരു ചൊൽ, കാനനവാസി സുഗ്രീവനെന്നാരെടോ. അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ. ദശവദന വചനമിത് കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ. നിനവുതവ മനസി പെരുതെത്രയും നന്ദു നീ, നിന്നോടെതിരൊരു 100,000 രജനി ചരകുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ചെതിർത്തിയിലും. നിയതമിതു മമ ചെറുവിരൽക്കു പോരാ, പിന്നെ നീ എന്തു ചെയ്യുന്നതെന്നോടു കശ്മല. പവനസുതവചനമിതി കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിടിനാൻ. ഇവിടെ നിശിചരൊരുവരായുധപാണിയായി ഇല്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ. അതു പൊഴുതിലൊരുവനവനോടടുത്തിടിനാൻ. അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ, അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകന്നാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവിൻ. ഇവനെ വയം ഇവിടെ വിരവോടു കൊന്നിടിനാൽ എങ്ങനെ അങ്ങറിയുന്നിതു രാഘവൻ. അതിനു പുനരവനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണമതല്ലോ നൃപോചിതം. ഇതി സദസി ദശവദന സഹജവചനേന താൻ, എങ്കിലതങ്ങനെ ചെയ്കെന്നു ചൊല്ലിനാൻ. ലങ്കാദഹനം. വദനമഭി കരചരണമല്ല ശൗര്യാസ്പദം, വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ചടി ദിവസനേന വാൽ വേഷ്ടിച്ചു വന്നി കൊളുത്തി പുരത്തിലെല്ലാടവും. രജനിചര പരിവൃഢരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ. നിഖില ദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലഹതകനിവനറിക നിസ്തേജനെന്നുതൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപികുലം. തിലരഹൃദാതി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതരെ ചുറ്റും ദശാന്തരെ. അതുലബലനചലതരം അവിടെ മരുവീടിനാൻ അത്യായസസ്ഥൂലമായി തൂവാൽ തഥാ. വസനഗണമഖിലവും ഒടുങ്ങിച്ച മഞ്ഞിതു, വാലൂമതീവ ശേഷിച്ചിതു പിന്നെയും. നിഖില നിലയന നിഖില പട്ടാംബരങ്ങളും നീളെ തിരഞ്ഞുകൊണ്ടന്നു ചുറ്റിടിനാർ. അതുമുടനൊടുങ്ങി വാൾ ശേഷിച്ചു കണ്ടള വങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ. തിലജകൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യവട്ടം ശുഗജാലവും ചുറ്റിനാർ. നികൃതി പെരുതിവനു സസനങ്ങളില്ലൊന്നിനി, സ്നേഹവുമെല്ലാം ഒടുങ്ങീതശേഷവും. അലമലമിതമലനിവനെത്രയും ദിവ്യനീതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ. അനലമിക അനലമിനി വാലധിക്കാശു കൊളുത്തു പിൻവൈകരുതേതുമേ. പുനരവരും അതു പൊഴുതുതീ കൊളുത്തിടിനാൻ ഉച്ചാഗ്രദേശേ പുരന്തരാരാധികൾ. ബലസഹിതമബലമിവരഞ്ചു ഖണ്ഡം കൊണ്ടു ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കപീവരം. കിതവമതികളുമിതൊരു കള്ളനെന്നിങ്ങനെ ധൃത്വാരവമരം ഗത്വാ പുരവരം. പറകളയുമുടനുടനറഞ്ഞങ്ങനെ പശ്ചിമാദ്വാരദേശേ ചെന്നനന്തരം
പവനജനുമതികൃശ ശരീരനായിടിനാൻ. പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു. ബലമൊടവൻ അതിചബലമചല നിർവഗാത്രനായി ബന്ധവും വേർപെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ. ശരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ. വാഹകന്മാരെയും കൊന്നവൻ. ഉടുപതിയോടുരസമുള്ള ഉയരവിയരുന്ന രത്നോത്തുംഗ സൗദാഗ്രമേറി മേവിടിനാൻ. ഉദവസിത നികരമുടനുടനുപരിവേഗമോടുൽപ്ലുത്യ പിന്നെയും ഉൽപ്ലുത്യ സത്വരം. കനകമണിമയ നിലയമഖിലമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും. പ്രകൃതി ചപല തടയൊടവൻ അചലമോരോ മണി പ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരകരഥബലപദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യകർമ്മ്യങ്ങളും അനലശിഖകളും അനില സുഹൃത ഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണു പദം ഗമിച്ചു തഥാ. വിഭുതപതിയൊടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ. അഹമഹമികാദിയ പാവകജ്വാലകൾ അമ്പരത്തോളമുയർന്നു ചെന്നു മുതാ. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതത്ഭുതം. ദശവദന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തുകൂടി ജപം. രഘുകുലപതി പ്രിയ ഭൃത്യനാം മാരുതി രക്ഷിച്ചു കൊണ്ടാൻ വിഭീഷണ മന്ദിരം. കനകമണിമയ നിലയ നികരമധുവെന്തോരോ കാമിനി വർഗം വിലാപം തുടങ്ങിനാർ. ചിഗുരഭവസന ചരണാദികൾ വെന്താശു ജീവനും വേർവെട്ടു ഭൂമൗ പതിക്കയും. ഉടലുരുകിയുരുകിയുടൻ ഉഴറിയലറിപ്പാഞ്ഞു മുന്നതമായ സൗധങ്ങളിലേറിയും. ദഹനനുടൻ അവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും. മമതനയരം രമണജനക പ്രാണനാഥ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ. മരണമുടനുടലു മുറുകി വരുകെന്നതു മാറ്റുവാനാരുമില്ലയ്യോ ശിവ ശിവ. ദുരിതമിതുരജനിചരവര വിരചിതം ദൃഢം മറ്റൊരു കാരണമില്ലിതീനേതുമേ. പരധനവും അമിത പരതാരങ്ങളും ബലാൽ പാപീദശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോ. അരികിലനുചിതമതുമതേന ചെയ്തിടായി വിനാരുമതിന്റെ ഫലമിതു നിർണയം. മനുജതരുണിയെ ഒരു മഹാപാപി കാമിച്ചു മറ്റുള്ളവർക്കുമാപത്തായിതിങ്ങനെ. സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം. മദന ശരപരപശതയോടു ജബലനായി വന്മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമോടനു ചരിത്രഭംഗം വരുത്തിടിനാൻ. അവർ മനസ്സി മരുവിന തപോമയ പാവക നദ്യരാജ്യെ പിടിപെട്ടിതു കേവലം. നിശിചരികൾ ബഹുവിധമോരോന്നേ പറകയും നിൽക്കും നിലയിലെ വെന്തു മരിക്കയും. ശരണമിക കിമിതി പല വഴിയുമുടനോടിയും ശാഖികൾ വെന്തു മുറിഞ്ഞുടൻ വീഴുകയും. രഘുകുലവരേഷ്ഠദൂതൻ ത്രിയാമാചര രാജ്യമെഴുന്നൂറു യോജനയും ക്ഷണാൽ സരസ ബഹുവിഭവയുധ ഭോജനം നൽകിനാൻ.
സന്തുഷ്ടനായിതു പാവകദേവനും. ലഘുതരമാ നിലയതനയനമൃതനിധി തന്നിലെ നാങ്കുലവും തച്ചുതി പൊലിച്ചിടിനാൻ. പവനജനു ദഹനനഭി ചുട്ടതില്ലേതുമേ പാവകനിഷ്ഠ സഖിയാക കാരണം. പതിനിരതയാകിയ ജാനകീദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണവശാൽ അവനിതനയാക കൃപാവൈഭവമത്ഭുത അത്യന്ത ശീതളനായിതു വന്നിയും. രജനിചരകുല വിപിന പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം. തനയധനഭാരമോഹാർത്ഥമെന്നാകിലും താപത്രയാനലനെ കടന്നിടുന്നു. തദഭിമതകാരിയായുള്ള ദൂതന്നു സന്താപം പ്രകൃതാനലേന ഭവിക്കുമോ. ഭവതിയതി മനുജജനനം ഭുവി സാമ്പ്രതം പങ്കജാലോചനെ ഭജിച്ചിടുവിൻ. ഭുവനപതി ഭുജഗപതി ശയന ഭജനം ഭുവി ഭൂതദൈവാത്മസംഭൂതതാപാപഹം. തദനു കപികുലവരനും അവനിതനയാപദം താണു തൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ. അഹമിനിയുമുഴറി നടകൊള്ളുവനക്കര അജ്ഞാപയാശു ഗച്ഛാമി രാമാന്തികം. രഘുവരനും അവരജനും അരുണജനുമായി ദ്രുത ആഗമിച്ചിടുമനന്തസേനാ സമം. മനസി തവ ചെറുതു പരിതാപമുണ്ടാകൊല മദ്ഭരം കാര്യമിനിജനകാത്മജേ. തൊഴുതമിത വിനയമിതി ചൊന്നവൻ തന്നോടു ദുഃഖമുൾക്കൊണ്ടു പറഞ്ഞിതു സീതയും. മമ രമണ ചരിതമുര ചെയ്തു നിന്നെ കണ്ടു മനസതാപമകന്നിതു മാമകം. കഥയിനിയുമഹമികവസാമി ശോകേന മൻ കാന്തവൃത്താന്ത ശ്രവണ സൗഖ്യം വിനാ. ജനകനൃപദുഹിതഹിരമിങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിടിനാൻ. കളകശുചമിനി വിരഹമലമതിനുടൻ മമ സ്കന്ധമാരോഹൾ ക്ഷണേന ഞാൻ കൊണ്ടുപോയി. തവരമണ സവിതമുപഗമ്യ യോജിപ്പിച്ചു തപമശേഷമദ്യൈവ തീർത്തിടുവൻ. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പരം പ്രസാദിച്ചു വാർത്തു ചൊല്ലിടിനാൾ. അതിനു തവ കരുതുമളവില്ലൊരു ദണ്ഡമെന്നാത്മനി വന്നിതു വിശ്വാസമദ്യമേ. ശുഭചരിതനതിബലമൊടാശു ദിവ്യാസ്ത്രേണ ശോഷണബന്ധനാദ്യൈരഭീസാഗരം. കപികുലബലേന കടന്നു ജഗത്രയം കണ്ടകനെ കൊന്നുകൊണ്ടുപോകാശുമാം. അറിവൊടൊരു നിശിരഹസി കൊണ്ടുപോയാലതു മൽപ്രാണനാഥ കീർത്തിക്കുപോരാ ദൃഢം. രഘുകുലജവരനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നുകൊണ്ടുപോയിക്കൊള്ളുവാൻ. അതിരപ സമയതനയ വേല ചെയ്തിടു നീ അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ. ഇതി സദയം അവനോടരുൾ ചെയ്തയച്ചിടിനാൾ ഇന്ദിരാദേവിയും പിന്നെ വാദാത്മജൻ. തൊഴുതഖില ജനനിയൊടു യാത്ര വഴങ്ങിച്ചു തുർണം മഹാർണവം കണ്ടു ചാടിടിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കുറിപ്പായിട്ട് വായിച്ചോളൂ. ത്രിഭുവനോമുലയമുഹുരൊന്നലറിയിടിനാൻ തീവ്രനാദം കേട്ടു വാനരസംഗവും.
കരുതുവിന ദിനതമാശുകൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിത്. പവനസുതനഹേനു നഹി സംശയം മാനസേ വാർത്തു കാൺകൊറ്റ കേട്ടാലറിയാമതും. കവിതിമിഹിതം പറയും വിധൗ കാണായിതദ്രിശിരസിവാദാത്മജം. കവിനിവഹ വീരരേ വണ്ടിതു തീതയേ കാകുൽസ്ഥവീരനനുഗ്രഹത്താലഹം. നിശിചരപരാചരമാകിയ ലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിത്. വിവിധ കുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമാറു കണ്ടു പറഞ്ഞിത്. ചടിതി ദശരഥ സുതനൊടിക്കഥ ചൊല്ലുവാൻ ജാമ്പവതാദികളെ നടന്നിടുവിൻ. അതു പൊഴുതു പവനതനയനയും അവരാദരിച്ചാലിംഗകാഠമാചുംബ്യപാലാഞ്ജലം. കുതുകമൊടു കപിനിജയ മനിലജന മുന്നിട്ടു കൂട്ടമീട്ടാർത്തു വിളിച്ചു. അതിനവനു അവരോടുടൻ ആജ്ഞയെ ചെയ്യുകയാൽ ആശു മധുവനം പുക്കിതെല്ലാവരും. പരിചടതി മധുര മധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരേ. ദതിമുഖനും അനിശമധുപാലനം ചെയ്വിദുദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ. ദതിവചനവചനമൊടു നീയത മധു കാക്കുന്ന ദണ്ഡധരന്മാരടുത്തു തടുക്കയാൽ. പവനസുതമുഖ കവികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാർ ഭയപ്പെട്ടവരും അതിദ്രുതം. ത്വരിതമതതിമുഖനുമാശു സുഗ്രീവനെ തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ. തപമധുവനത്തിനു ഭംഗം വരുത്തിനാർ താരേയനാദികളായ കവിബലം. ശുചിരമധു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേന വാണേനഹം. വലമദന സുതനയനാദികളൊക്കവേ വന്നു മൽഭൃത്യജനത്തെയും വെന്നുടൻ. മധുവനവും ഇതു പൊഴുതഴിച്ചിതെന്നിങ്ങനെ മാതുലവാക്യമാകന്യ സുഗ്രീവനും. നിജമനസി മുഹുരവി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോടു ചൊല്ലിയിടിനാൻ. പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നത് നിർണയം. മധുവനമതല്ല എന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നു കൺകയില്ലാരുമേ. അവരവിരവൊടു വരുവതിന്നു ചെല്ലങ്ങു ചെന്നാത്മനികേദിക്ക വേണ്ട വൃതാഭവാൻ. അവനും അത് കേട്ടു ഉഴറിച്ചെന്നു ചൊല്ലിനാൻ അഞ്ജനാപുത്രാദികളോടു സാദരം. അനിലതനയാംഗത ജാമ്പവാദാദികൾ അഞ്ജസാ സുഗ്രീവഭാഷിതങ്കൾക്കയാൽ. പുനരവരും അത് പൊഴുതു വാച്ച സന്തോഷേണ പൂർണ്ണവേഗം നടന്നാശുചും ചെന്നീടിനാർ. പുരവലിയ പുരുഷമണിരാമൻ തിരുവടി പുരമദനഹൃതി മരുമഖില ജഗദീശ്വരൻ. പുഷ്കരനേത്രൻ പുരന്തര സേവിതൻ ഭുജഗപതി ശയനനമലൻ. ത്രിജഗൽ പരിപൂർണൻ പുരൂഹൂത സോദരൻ മാധവൻ. ഭുജക നിവഹാശനവാഹനൻ കേശവൻ. പുഷ്കരപുത്രീ രമണൻ പുരാതനൻ. ഭുജകുലഭൂഷണാരാധിതാംഗ്രിദ്വയൻ. പുഷ്കര സംഭവ പൂജിതൻ നിർഗുണൻ. ഭുവനപതി മകപതി സദാംപതി മൽപതി. പുഷ്കര ബാന്ധവ പുത്ര പ്രിയ സഖീ പുതജനഹൃദി സ്ഥിതൻ. പൂർവദേവാരാദി പുഷ്കര ബാന്ധവ വംശസമുത്ഭവൻ. ഭുജബലവദാംബരൻ പുണ്യജലാത്മകൻ. ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ. ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ. ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ. ഭുജഭവകുലാധിപൻ പുണ്ടരീകാനനൻ. പുഷ്പബാണോപമൻ ഭൂര്യകാരുണ്യവാൻ.
ദിവസകരപുത്രനും സൗമിത്രിയും മുദാദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം വിപിനഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ. പുനരത ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാനഞ്ജനാത്മജൻ കനിനോട് കണ്ടേനഹം ദേവിയത്തത്ര കർപ്പുരേന്ദ്രാലയെ സങ്കടമെന്നിയെ കുശലവുമുടൻ വിചാരിച്ചതു താപകം കൂടെ സുമിത്രാതനയനും സാദരം ശിഥിലതരപുരമുടശോകപനിയകയിൽ സിംശപാമൂലദേശേ പതിച്ചിടിനാൾ. അനശനമൊടധീകൃത ശരീരയായി അന്വഹം ആശരനാരീ പരിവൃതയായി ശുച അഴൽ വരികി മുറുകി ബഹുബാഷ്പവും വാർത്തയ്യോ സദാ രാമ രാമേതി മന്ത്രവും മുഹുരപി ജപിച്ചു വിലപിച്ചു മുക്താംഗിമേവുന്ന നേരത്തു ഞന്തതാ അധികൃത ശരീരനായി വൃക്ഷശാഖാന്തരേ ആനന്ദമുൾക്കുരുണ്ടിരുന്നേനാകുലം തവചരിതമൃത സമമഖിലമാറിയിച്ചതമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജപുവീരഹിതയായി മരുവും വിധൗ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവൃതസുതനോട് ജടുതി സഖ്യമുണ്ടായതും സംക്രന്ദനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിരുതന്വേഷണാർത്ഥം കപീന്ദ്രനാൽ കീശൗഖമാശു നിയുക്തമായിടിനാൻ. അഹമഹരിലൊരുവനിവിടേക്ക് വന്നിടിനേൻ അർണവം ചാടിക്കടന്നതിവിദ്രുതം രവിതനയ സജീവനഹം ആശുകനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും ഭവതിയെയുമിഹ ചടിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാസ്മ്യഹം ഫലിതമഹലം. മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളാമൃതം കേനമേ ശ്രാവിതം ശ്രീമതാമഗ്രേസരനവൻ നിർണയം മമ നയന യുഗള പദമായതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ വചനമിതി മിഥിലധനയോതി കഞ്ചളാദാക്ഷിയും വിധിച്ചിടി അതുപോലിൽ അഴൽകളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തേടിനേനാദരാൽ കടളിരിൽ അതിനെ വിരവോട് വാങ്ങിത്തതാ കണ്ണ് നീർകൊണ്ടു കളഞ്ഞുടൻ ശിരസി ദൃശി ഗളഭുവിമുകുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചിതേറ്റ പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടും നീ കണ്ടതില്ലേ സഖേ. നിശിചരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊല്ലിയിടിന തവചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ദ്രുതം വയം അവനി പതിയെ വിരവൊടുട്ടിക്കൊണ്ടുവന്ന് ദശാശകുലവും മുടിച്ചുടൻ സുഹൃതകമയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതുമേ. ദശരഥസുതൻ വിശ്വാസാർത്ഥമായിനി ദേഹിമേ ദേവി ചിഹ്നം ധന്യമാരാൽ പുനരടയാള വാക്കും പറഞ്ഞിടുക പുണ്യപുരുഷന് വിശ്വാദിത്യയെ. അതും അവന് സുതയോടഹം ഇങ്ങനെ ഒന്നളവാശു ചൂടാരത്നമാതരാൾ നൽകിനാൾ. കമലമുഖി കനിവിനോട് ചിത്രകൂടാചലേകാന്തനുമായി വസിക്കുന്നാളൊരു ദിനം കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകുന്നു ചൊല്ലിനാൾ. തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞ മുൾത്താപം കലർന്നു മരുവും ദശാന്തരേ ബഹുവിധ വജോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ ഉടനഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം.
അഖില നിശിചരകുലപതിക്കഭീഷ്ടാസ്പദമാരാമമൊക്കെ തകർത്തേനതിന്നുടൻ പരിഭവമടൽ കരുതി വന്ന നിശാചരവാപികളെ കൊല ചെയ്തേന സംഖ്യകം ദശപതനസുതന മൂരക്ഷകുമാരനെ ദണ്ഡതരാലയത്തിന്നയച്ചീടിനേൻ അത ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായി ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ ലഘുതരമശേഷം ദഹിപ്പിച്ചിതു ബദലങ്കാപുരം പിന്നെയും ദേവിതൻ പദം വിഗതമടിയനെ അടിയണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവചരണ നളിനമതുനൈവ വന്ദിച്ചിതു ദാസൻ ദയാനിധേ പാഹി മാം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അറിയാലോ അല്ലേ? കണ്ടിന്യൂ ചെയ്യണോ? ഞാൻ വായിക്കാം. ശ്രീരാം ശ്രീരാം ജയ രാം ജയ ജയ രാം. സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സോറി ഇതി പവന സുതവചനമാഹന്ത കേട്ടള തിരാകാന്തനും പ്രീതി പൂണ്ടിടിന. സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം സദയമുപകാരമിച്ചതിനാദരാൽ സർവസ്വവും തന്നെ നിനക്കു ഞാൻ പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരഭിരമാവരന്മാരുത പുത്രനെ പൂർണമോദം പുണർനീടിനാനാദരാൽ പുരസി മുഹുരുണച്ചു പുല്ലിനാൻ ഓർക്കെടോ മാരുതപുത്രഭാഗ്യോദയം. ഭുവനതലമതിലൊരുവനിങ്ങനെ പൂർണ്ണ പുണ്യൗഖ സൗഭാഗ്യമുണ്ടായടോ. പരമശിവനിധി കുലാധിപൻ തന്നെ പാവമായ കഥയരുൾ ചെയ്തതും ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിടിനാൻ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ. നിത്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡം സമാപ്തം. ഇത് സമയം അനുവദിക്കുകയാണെങ്കിൽ 50 ഞാൻ നമ്മുടെ എന്താണ് 536 അല്ലേ, അഗസ്ത്യസ്തുതിയും കൂടെ വായിക്കാൻ തോന്നുന്നു. അഗസ്ത്യസ്തുതിയും അഗസ്ത്യാഗമനവും ആദ്യത്തെ സ്തുതിയും അത് നമ്മൾ സാധാരണ എല്ലാ ദിവസവും വായിക്കുന്നതാണ്. പിന്നെ ഫലശ്രുതിയും കൂടെ വായിച്ചിട്ട് നമ്മൾക്ക് ചോദ്യോത്തര വേളയിലേക്ക് പോകാം. ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. അങ്ങനെയുള്ളവർ കണ്ടു നിൽക്കുന്നേരം ഇത് യുദ്ധകാണ്ഡത്തില് 3850. യുദ്ധകാണ്ഡത്തില് 3850 വായിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല സാരമില്ല. അങ്ങനെയുള്ളവർ കണ്ടു നിൽക്കുന്നേരം എന്നറിഞ്ഞിലഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമയുന്നരുൾ
ചെയ്താനഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നിതു ഞാനെടോ. താപത്രയവും വിഷാദവും തീർന്നുപോം, ആപത്ത് മറ്റുള്ളവയും അകന്നുപോം. ശത്രുനാശം വരും രോഗവിനാശനം, സിദ്ധിക്കുമായുസ്സു സൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യ ഹൃദയമം മന്ത്രമീതുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുരോരകചാരണ കിന്നര താപസ ഗുഹ്യഗയക്ഷരക്ഷോഭൂത കിം പുരുഷാപ്സാരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങൾ രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരെ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാദീപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിത്യരിവൃന്ദവും വാരണവക്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരഗ സമൂഹവും. വാരമാസർത്തു സംവത്സര കൽപ്പാധികാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്തവേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ പൂഷാഭിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ത്വഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനഹസ്കരനീശ്വരൻ സാക്ഷി സവിത സമസ്തലോകേക്ഷണൻ ഭാസ്വാൻ വിഭസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭോ ശരണ്യൻ ശരണതൻ ലോകശിശിരാരി ഘോരതിമീരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വനർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനം സുമാനുഷ്ണ കിരണൻ മിഹിരൻ വിരോചനൻ പ്രചോദനൻ പരൻ ഗദ്യോദനുദ്യോദനദ്വയൻ വിദ്യാ വിനോദൻ വിഭാവസു വിശ്വശ്രേഷ്ഠസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭോ വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണി ദിനമണി പുണ്ടരീക പ്രബോധപ്രദനയമാ ദ്വാദശാത്മാ പരമാത്മാ പരാപരനാദിതേയൻ ജഗദാദിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാവിന്ദുനാഥാത്മകൻ നാരാദാദിനിഷേവിതൻ ജ്ഞാനസ്വരൂപന ജ്ഞാനവിനാശനൻ ധ്യാനിച്ചുകൊള്ളുക നീ നിത്യമിദേവനെ സന്തം ഭക്ത്യാ നമസ്കരിച്ചിടുക. സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകരായ നമോ നമ ചിന്താമണേ ചിദാനന്ദായ തേ നമ നിദ്ധാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ സ്ഥാവരജംഗമാചാര്യായ തേ നമോ ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമ സത്യപ്രധാനായ തത്വായ തേ നമ
സത്യസ്വരൂപായ നിത്യം നമോ നമ. നിത്യമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ഇനി നമുക്ക് ഇതിൻ്റെ ഫലശ്രുതിയും കൂടെ വായിച്ചിട്ട് നിർത്താം. അവസാനം യുദ്ധകാണ്ഡത്തിൻ്റെ അവസാനം ലാസ്റ്റ് രാമായണത്തിൻ്റെ ഫലശ്രുതി 5120. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രവൃത്തം അധ്യയനം ചെയ്യിൽ മർത്യനി ജന്മനാ മുക്തി സിദ്ധിക്കുമതീനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃത്തിപദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യ ജനങ്ങളാൽ സമ്മതം. വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു ബദ്ധനായുള്ളവർ മുക്ത അർത്ഥാർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകുമാദികളെല്ലാം അകന്നു. ദേവപിതൃഗണതാപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമശമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരനത്രിസുതയ്ക്കുപദേശിച്ചിതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി കൊണ്ട് അധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബന്ധമോദം പരമാർത്ഥമിതൊക്കെ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഹരി ഓം ഹരി ഓം ഹരി ഓം. ശ്രീ ജയശങ്കര ജയശങ്കര ജയശങ്കര. ഓവർ ടു യു. വളരെ സന്തോഷം രാഘവൻ സാർ. എന്തായാലും ന്യൂഡൽഹി ചാപ്റ്ററിൽ നിന്നും 4 പേരാണ് ഇന്ന് പാരായണം ചെയ്തത്. ആദ്യമായി അമ്മ പാരായണം ചെയ്തു, അതിനുശേഷം ഉഷ ചേച്ചി, പിന്നീട് വന്നത് മോട്ടറോള എന്നാണ് പേര് കാണുന്നത്. പക്ഷെ പേര് ഇതിനകത്ത് എന്താ അങ്ങനെയൊന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നേനെ. മ്യൂട്ടൊന്ന് മാറ്റിയിട്ട് അങ്ങയോടാണ്. മോട്ടോ എന്നാണ് കാണുന്നത് പേര്. എന്റെ പേര് ബാലകൃഷ്ണക്കുറുപ്പ് എന്നാണ്. ആ
അങ്ങ് ഇവിടെ ഡൽഹിയിലാണോ താമസിക്കുന്നത്? ബാലകൃഷ്ണക്കുറുപ്പ്. ഞാൻ ഇപ്പൊ ഹൈദരാബാദ്, ഹൈദരാബാദ്. അല്ലല്ല, ഇപ്പൊ ഹൈദരാബാദില. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ബോംബെയിൽ സെറ്റിൽ ആയിരിക്കുന്നതാണ്. ആലപ്പുഴക്കാരനാണ് ഓ, ഒറിജിനലി. വളരെ സന്തോഷം. ഞാൻ എന്നെ രാഘവൻ സാർ ഇതുപോലെ ഏതെങ്കിലും ഇതുപോലെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർത്ത് ഞങ്ങൾ അങ്ങനെ കൂടിയതാ. രാഘവൻ സാറിന്റെ ആ ഒരു പാരായണ ശൈലി വളരെ മനോഹരമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എനിക്ക് വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മളിപ്പോ ഈ സുന്ദരകാന്ഡ ദീർഘമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുകയും പഠിക്കാനും പറ്റുന്ന വിധത്തിലുള്ളതാ. അതെ അതെ. ഈ സുന്ദരകാന്ഡ പാരായണം ചെയ്തതിനു ശേഷം ഇങ്ങനെ ഇത് ജപിക്കേണ്ടത് ഇതുണ്ടോ? ഈ അഗസ്ത്യ സ്തുതി അങ്ങനെയാണോ അതിന്റെ ഒരു ഇത്? ഞങ്ങള് എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ഞങ്ങള് സാധാരണ എല്ലാ ദിവസവും പിന്നെ പാരായണം സമാപിക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയാണല്ലേ? ഓക്കെ. ഈ അഗസ്ത്യസ്തുതിയും പിന്നെ ഇതും വായിച്ചിട്ട് ചെയ്തിട്ട് അത് സാധാരണ ചെയ്യുന്നതാണ്. അതാണ് ഇത് നമ്മൾ ചെയ്യുന്ന രീതി. വളരെ മനോഹരമായിരുന്നു ഇന്നത്തെ പാരായണം എല്ലാം. വളരെ സന്തോഷം അങ്ങേയും പരിചയപ്പെട്ടതിൽ കുറുപ്പ് സാർ. വളരെ സന്തോഷം. തീർച്ചയായും വീണ്ടും നമ്മുടെ ഈ പരിപാടികളിൽ പങ്കെടുക്കൂ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഡൽഹി ചാപ്റ്ററിൽ തെലുങ്കാന ചാപ്റ്റർ ഉണ്ട്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഡൽഹി ചാപ്റ്ററിൽ രാഘവൻ സാർ അതിന്റെ അഡ്മിൻ കൂടിയാണ് ഡൽഹി ചാപ്റ്ററിൽ. നേരെ വളരെ സന്തോഷം. നമുക്ക് ഇനി പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. അങ്ങ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ രാഘവൻ സാർ? ഞാനൊന്നും തയ്യാറാക്കിയിട്ടില്ല. അങ്ങേക്ക് മനസ്സിലുള്ള ഒരു 5-6 ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ പർട്ടിക്കുലർ ഇതിന് തന്നെ വേണമെന്നില്ല. രാമായണത്തിലെ ഒരു 5-8-10 ചോദ്യങ്ങൾ ഒന്ന് ചോദിക്കുക, അങ്ങയുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ. അത് നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. ഉണ്ടല്ലോ, അവരുണ്ടാവുമ്പോ അതോറിറ്റി ഓൺ ദി സബ്ജക്ട്. അല്ല, അവര് ഉഷയേട്ടത്തിൽ ഇന്ന് വന്നിട്ടില്ല. അതാണ് ഉഷയേട്ടത്തിൽ ഇന്നില്ല. ഇല്ല, മറ്റേവരുണ്ടല്ലോ. നമ്മള് അതന്നെ അവര് ഗുരു സരസ്വതി അടുത്തുണ്ടാവുമ്പോ പിന്നെ ഞാനെന്തിനു ചോദിക്കുന്നത്? ഗുരുവല്ലേ അവര്, ശിഷ്യരുടെ. സരസ്വതി ആയിട്ട് ഓവർ ചെയ്യൂ. ഇത്രയും ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. ഈ ഭാഗം തന്നെയല്ല, മൊത്തത്തിലുള്ള ഒരു ചോദ്യം. അപ്പൊ അത് ശ്രീരാമ അവതാരം ഉണ്ടായ ത്രേതായുഗം എത്രാമത്തെ ചതുർയുഗമാണ്? ശ്രീരാമ അവതാരം ഉണ്ടായ ത്രേതായുഗം എത്രാമത്തെ ചതുർയുഗമാണ്? ഇരുപത്തിയെട്ടാമത്തെ ചതുർയുഗം. 28ാമത്തെ. ഇന്ദ്രജിത്ത് ഹനുമാനെ വീഴ്ത്തിയ ഏതസ്ത്രമാണ്? ഏതസ്ത്രത്താലാണ് ഇന്ദ്രജിത്ത് ഹനുമാനെ വീഴ്ത്തിയത്? ബ്രഹ്മാസ്ത്രം. അത് ശരിയാണ്. ഇഷ്ടം വരുന്ന ബന്ധുക്കള് ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്ന് നിർണയം ആരോട് പറഞ്ഞതാണ്? എന്നൂടെ പറയാം. ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്ന് നിർണയം. ഇത് ആരോട് പറയുന്നു? അമ്മ പറഞ്ഞോളൂ. ശരിയാണ്, വിഭീഷണൻ. ശോഭചേച്ചിയാണോ പറഞ്ഞത്? അതെ, വിഭീഷണൻ. അത് ആരോട് പറഞ്ഞു? നമ്മൾ സന്ദർഭം ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ നമുക്ക് ആലോചിച്ചാൽ കിട്ടും. കഷ്ടകാലം ഇവിടെ ശരിക്കും പറഞ്ഞാല് രാമായണം. അത് തന്നെ. അതെ, അതാ ഞാൻ സന്ദർഭം പറഞ്ഞത്. രാവണനാണ് കഷ്ടകാലം വരുന്നത്. രാവണന് ആ കഷ്ടകാലം വരുന്നത്. വിഭീഷണൻ രാവണനോട്, അതായത് അനിയൻ ജ്യേഷ്ഠനോട് പറയാണ്, ഇതിനൊന്നും പോകരുത്, കഷ്ടകാലം കൂടെ നിൽക്കുക. കാര്യം ആരും കാണത്തില്ല ഇതിനൊന്നും. ഈ ബന്ധുക്കൾ ആരും തന്നെ കാണില്ല. കഷ്ടകാലം വരുമ്പോ ഒരിക്കലും കാണത്തില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഈ സീതാദേവിയുടെ അടുത്ത് പോരിന് ചെല്ലുന്നതും
തട്ടിക്കൊണ്ടുപോകുന്നതും ഒക്കെ എന്നുള്ള കാര്യങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവണനോട് വിഭീഷണൻ എന്ന വ്യക്തി വളരെ നല്ല ഒരു വ്യക്തിയാണ് ഇതിനകത്ത് ഈ രാമായണത്തിൽ പറയുന്നത്. ഇവരുടെ ആരുടെയും സ്വഭാവമുള്ള ഒരാളല്ല ഈ വിഭീഷണൻ. അതുകൊണ്ട് വിഭീഷണൻ പറഞ്ഞു മനസ്സിലാക്കുവാണ് വാനരപ്പടയുടെ വാനരരൂപം ധരിച്ചെത്തിയ രാക്ഷസൻ. നല്ല സ്വഭാവക്കാരനാ. അതെ, പക്ഷെ അദ്ദേഹത്തിന് ഒരു ശകലം അനുസരിക്കുന്ന ആളാണ്. അതെ, കുംഭകർണനെ അദ്ദേഹത്തിന് അനുസരിക്കുന്ന വ്യക്തിയാ. അതെ അതെ അതെ. പക്ഷെ എന്തോ ഇച്ചിരി പെശക് പറ്റിപ്പോയി, അതാ ഉറക്കത്തിലായിപ്പോയി. രാവണന്റെ മാതാവ് ആരാണ്? അതെല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. കൈകസി. കറക്റ്റ്, അതെ അതെ. പിന്നെ ശ്രീരാമൻ, നേരത്തെയുള്ള ചോദ്യം നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ നിന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീരാമൻ ബാലിയെ വധിച്ചത് ഏതസ്ത്രം കൊണ്ട്? ശ്രീരാമൻ ബാലിയെ വധിച്ചത് വൈഷ്ണവാസ്ത്രം. മഹേന്ദ്രാസ്ത്രം. അതെ അതെ. ഇനി ഇപ്പം വായിച്ച ഭാഗത്തിന്റെ ചോദ്യം കൂടെ ചോദിക്കും. ഹനുമാന്റെ വാലിൽ തീ പിടിച്ചപ്പോൾ ചൂട് ഏക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വായു ഭഗവാനാണ്. വായു ഭഗവാന്റെ പിന്നെ സീതാദേവിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും. അതാണ് പ്രധാന പോയിന്റ്. അവിടാണ് ദേവിയുടെ ആ പ്രാർത്ഥന. കാരണം ഈ വാലിൽ തീ പിടിക്കുമ്പോൾ ദേവിക്ക് ഉണ്ടാകുന്ന ആ ഒരു വികാരം, കാര്യം ഹനുമസ്വാമി നഷ്ടമാവുമല്ലോ എന്നുള്ള ആ മനസ്സിന്റെ ഒരു ചേതോവികാരം. അപ്പൊ മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ദേവിയുടെ പ്രാർത്ഥന. രണ്ടാമത്തേതാണ് വായുവും അഗ്നിയും തമ്മിലുള്ള ഒരു സൗഹൃദം. അതാണ് അതിനകത്ത്, വായുവും അഗ്നിയും തമ്മിലുള്ള ഒരു സൗഹൃദം. അപ്പൊ ആ വാലിന് തീ കൊടുത്തു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് അത് ചൂട് ഉണ്ടായില്ല. പിന്നെ വേറൊരു ചോദ്യം, അത് ആ ഭാഗമൊന്നും ആയില്ല, ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. ശ്രീരാമന്റെ നിറം എന്താണ് ഒന്ന് പറഞ്ഞാൽ? ശ്രീരാമന്റെ ശരി ശരി, ഓക്കെ ഓക്കെ. അതെ, വളരെ ശരിയായ. പിന്നെ അതെ. അപ്പൊ വേറൊരു ചോദ്യം, സിമ്പിൾ ഒരു ചോദ്യം. പിന്നെ എന്തുവാ, നമ്മുടെ അഭിലാഷിയോട് ചോദിക്കുകയാണ്. ഹനുമാൻ സ്വാമിയുടെ വേറൊരു പേരുണ്ടല്ലോ, ഒന്ന് പറഞ്ഞാട്ടെ. ഹനുമാൻ സ്വാമിക്ക് 2-3 പേരുണ്ട്, എങ്കിലും ഈ മുഖം മുറിഞ്ഞുള്ള ഒരു പേര് വരുമല്ലോ, ആ പേരൊന്ന് പറഞ്ഞാട്ടെ. ഞാനൊരു ക്ലൂ തന്നു. വായി മുറിവുണ്ടായിട്ട് ഉള്ള ഒരു പേരുണ്ട്, അതൊന്നും ആരെങ്കിലും. പക്ഷെ കറക്റ്റ്, വജ്രംഗപതി. അതൊക്കെയാണ് ആ പേര് വരുന്നത് ഈ വായില്. അതെ അതെ, അത് എന്താണ് താടിയില്. അതെ അതെ. അപ്പൊ അത്രയൊക്കെ പോരാ, ഇനിയും വേണോ? അഭിലാഷിക്ക് പോരെന്നും തോന്നുന്നുണ്ട്. അല്ലല്ല, ഞാനിന്നില്ലായിരുന്നു, കഥയൊന്നും ഞാൻ കേട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയാമോ. അല്ലല്ലേ, ഞാൻ കഥ കേൾക്കാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. ഞാൻ മിക്സ് ചെയ്ത് ചോദിക്കാം. ഇതൊന്ന് പറഞ്ഞാട്ടെ, രാവണന്റെ പിതാവ് ആരാണ്? എന്റെ പിതാവ് ഒരു ബ്രാഹ്മണൻ. പിതാമഹൻ. അത് ഞാൻ കേൾക്കാം. അതായത് രാവണന്റെ പിതാമഹൻ പ്രഹ്ലാദനാണ്. പ്രഹ്ലാദൻ അല്ലേ? രാഘവൻ സാറിന് അറിയാമായി. അപ്പൊ ഒരു ചോദ്യം, രാവണന്റെ ക്ലിയർ ആയില്ല. ആരാണ് രാവണന്റെ പിതാവ് എന്നുള്ളത് ക്ലിയർ ആയില്ല. പുലസ്ത്യൻ. ഓക്കെ, പുലസ്ത്യൻ. പിന്നെ
പിന്നെ രാവണന്റെ ഏത് പുത്രനെയാണ് ഹനുമാൻ വധിച്ചത്? ഇളയ പുത്രൻ. അത് നമ്മൾ ഇളയ വായിച്ച പുത്രൻ ഭാഗം അക്ഷയകുമാരന്. അക്ഷയകുമാർ. ആ ശരി ശരി ശരി. ശരിയാണ്. ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് ഇന്ദ്രജിത്തിനെ വധിച്ചത്, ഹനുമാൻ വധിച്ചത്? ഇന്ദ്രജിത്തിനെ ആ ആ ഇന്ദ്രിയത്തിനെ ഹനുമാൻ വെച്ചു. ഈ അസ്ത്രം കൊണ്ടോ? ഇന്ദ്രജിത്തിനെ വധിച്ചത് അസ്ത്രം ഉപയോഗിച്ചാണ് ഇന്ദ്രജിത്തിനെ വധിച്ചത്? ആര് വഹിച്ചു എന്നല്ലേ? ബ്രഹ്മാസ്ത്രം. എല്ലാം ബ്രഹ്മാസ്ത്രമാണ്. പാശുപതാസ്ത്രം. ഈ ത്രിജട ആരുടെ പുത്രിയ? അതെ, ത്രിജട. അല്ല, രാവണന്റെ പത്നിയുടെ പേരും അത് പിന്നെ മണ്ഡോദരി. വിഭീഷണന്റെയോ? വിഭീഷണന്റെ ത്രിജടയല്ലേ? ത്രിജടയല്ലേ? അല്ല, സരമ. പരമയോ? പരമ. സരമ. 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 അതെ, ഇത്രയും പോരായോ? ഒരു ചോദ്യം കൂടെ. പുഷ്പകവിമാനം നിർമ്മിച്ച ആരാണ്? ഇതിനകത്ത് പ്രധാനമാണല്ലോ രവി. ചേച്ചി പറഞ്ഞ ശരിയാ, വിശ്വകർമാവ്. ശരിയാണ്. പോരായോ? സമയം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, കൺഗ്രാജുലേഷൻസ്. എല്ലാരും ഉത്തരം പറഞ്ഞു. 1-2 ഉള്ളൂ മിസ്റ്റേക്ക് വന്നത്. അത് ഞാൻ ചുമ്മാ കോമൺ ആയിട്ട് പറഞ്ഞു. കൂടുതലായിരുന്നു തോന്നുന്നു. തെറ്റ് പറഞ്ഞു കൂടുതലാന്ന് തോന്നുന്നു. അത് സാരമില്ല, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഓക്കെ, എല്ലാവർക്കും സന്തോഷം, അഭിനന്ദനങ്ങൾ. ഇന്നിങ്ങനെ ചോദിച്ചോണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നോണ്ട് പിന്നെ കൊറേ മറന്നു പോകുന്നത് ഓർത്തും വരും. വരും. രാഘവൻ സാറെ എല്ലാം ഗംഭീരമായി. അങ്ങേക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവരുടെയും വായന. നമ്മുടെ അമ്മയുടെ വായന സൂപ്പർ. സ്പീഡിൽ. അമ്മയുടെ വായന വളരെ വളരെ നന്നായിരുന്നു കേട്ടോ അമ്മേ, വളരെ നന്നായിരുന്നു. നന്ദി, നമസ്കാരം. ജയശങ്കര. എന്തായാലും വളരെ സന്തോഷം. ഇന്ന് നല്ലൊരു സായാഹ്നം സമ്മാനിച്ചതിന് രാഘവൻ സാറിനും അതേപോലെ ഡൽഹി ചാപ്റ്ററിനും വളരെയധികം നന്ദി. നാളെ 23-ാം ദിവസത്തെ പാരായണം സമർപ്പിക്കുന്നത് വയനാട് ചാപ്റ്ററാണ്. ആക്ച്വലി അത് നമ്മുടെ നാളത്തെ പാരായണം നടത്തേണ്ടിയിരുന്നത് സുൽത്താനേറ്റ് ഒമാൻ ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ വയനാട് ചാപ്റ്റർ നേരത്തെ ഒരു അസൗകര്യം പറഞ്ഞതുകൊണ്ടാണ് മാറ്റിവെച്ച് നാളത്തേക്ക് ആക്കിയിരിക്കുന്നത്. നാളെ വയനാട് ചാപ്റ്ററിൻ്റെ ആണ്, മറ്റന്നാള് UAE ചാപ്റ്ററാണ്. എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തേക്ക് വിടവാങ്ങാം. ലോക സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര.